ഹായ് മക്കളെ, അപ്പൊ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് വന്നേക്കാണ്. അതായത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി കഴിഞ്ഞതാണ്. അതില് 35%, അതായത് നമ്മുടെ വൺ വേർഡ്സ് മൊത്തം അതിലാണ് കവർ ചെയ്തേക്കുന്നത്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അത് ആദ്യം കാണണം കേട്ടോ. ഇനി ഇത് നമ്മൾ അനാറ്റമി, അതായത് പേപ്പർ 1 അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ രണ്ടാമത്തെ പാർട്ടിലോട്ടേക്ക് പോവാം. ആൻസർ ഇൻ 2 to 3 സെന്റൻസ്. രണ്ടോ മൂന്നോ, അതിൽ കൂടരുത് കേട്ടോ. അതിൽ കൂടിയാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടാൻ പോണില്ല. രണ്ടോ മൂന്നോ അത്ര മതി. ആ സെന്റൻസിൽ എഴുതാ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കൊരു 5 എണ്ണാണ് തരുന്നത്, 2 മാർക്കിന് വരുന്നത് കേട്ടോ. 2 to 3 സെന്റൻസ്, അതിൽ കൂടരുത്. 5 മാർക്കിനുള്ളതൊന്നും എഴുതി വെക്കരുത് കേട്ടോ. നമുക്ക് ടൈം, ഒന്നാമത് നമുക്ക് ടൈം ഇല്ല. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ 2 മാർക്കിനൊക്കെ ഒരു 10 വരി 15 വരി എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ടൈം പോവുള്ളൂ. മാക്സിമം 2 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടും ടൈം കളയാൻ തന്നെ ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എൻഡോലിംഫ് ആൻഡ് പെരിലിംഫ്. എൻഡോലിംഫിനെ കുറിച്ചും പെരിലിംഫിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ്, എൻഡോലിംഫ് പ്രസന്റ് ഇൻസൈഡ് ദ മെംബ്രേനിയസ് ലാബ്രിത്. ഇത് നമ്മുടെ ഇയറിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻഡോലിംഫ് എവിടെയാ പ്രസന്റ് ചെയ്യണത്? ഇൻസൈഡ് ദ മെംബ്രേനിയസ് ലാബറിൻത്. ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണത്? ഇമ്പോർട്ടൻസ് ഫോർ ഹിയറിംഗ് ആൻഡ് ബാലൻസ്. ഇത്രയും മതി. ദെൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് ചെയ്യുന്നത്? ഹിയറിങ്ങിനും ബാലൻസിനും. ദെൻ പെരിലിംഫ്. പെരിലിംഫ് ഫൗണ്ട് ബിറ്റ്വീൻ ബോണി ലാബറിൻത് ആൻഡ് മെംബ്രേനിയസ് ലാബറിൻത്. എവിടെയാണ്? ബോണി ലാബറിൻതിന്റെയും മെംബ്രേനിയസ് ലാബറിൻതിന്റെയും ഇടയിലായിട്ടാണ് ആര് പ്രസന്റ് ചെയ്യണത്? പെരിലിംഫ് പ്രസന്റ് ചെയ്യണത്. ഓക്കെ, ഇതിന്റെയൊക്കെ ഫിഗർ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം കേട്ടോ. ഇനി പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിറ്റ് സൗണ്ട് വൈബ്രേഷൻ. എന്താണ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ? അതേപോലെ പ്രൊട്ടക്ഷൻ തരും, അതേപോലെ നമ്മുടെ സൗണ്ട് വൈബ്രേഷനും വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര എഴുതിയാൽ മതി 2 മാർക്കിന്. ഇതിൽ കൂടണ്ട കേട്ടോ. പെൻഡോലിംഫ് എന്താണ്? നമ്മുടെ മെംബ്രേനിയസ് ലാബറിൻതിലാണ് കാണുന്നത്. അതേപോലെ തന്നെ അത് ഇമ്പോർട്ടൻസ് ഫോർ ഹിയറിംഗ് ആൻഡ് ബാലൻസിങ്. പെരിലിംഫ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിറ്റ് സൗണ്ട് വൈബ്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെസ്പിറേറ്ററി മൂവ്മെന്റ്സ്. റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് ഏതാണ് മക്കളെ? നമുക്കറിയാം ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്താ? ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. ലങ്സിലേക്ക് എയർ എടുക്കുന്നു. ഇതൊരു ആക്റ്റീവ് പ്രോസസ് ആണ്. അതിന്റെ സ്റ്റെപ്പ് എന്താണ്? ഡയഫ്രം. അപ്പൊ എന്ത് സംഭവിക്കും? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും, മൂവ്സ് ഡൗൺവേർഡ്, താഴ്ത്തേക്ക്. അല്ലാണ്ട് നമ്മൾ എന്താണ് ഇൻസ്പിറേഷൻ റെസ്പിറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കുക വിടുക, അതങ്ങനെയല്ല പറയേണ്ടത്. അതിന് കുറച്ച് ടേംസ് ഉണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസ്പിറേഷൻ എന്താ? എയർ, ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്, ഇറ്റ്സ് എൻ ആക്റ്റീവ് പ്രോസസ്. അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും ആൻഡ് മൂവ്സ് ഡൗൺവേർഡ്. ദെൻ എക്സ്പിറേഷൻ എന്താ? എക്സലേഷൻ ആണ്. റിലീസിങ് എയർ ഔട്ട് ഓഫ് ദ ലങ്സ്. ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് പോവുക. അതേപോലെ ഇതെന്ന് പറയുന്നത് ഒരു പാസീവ് പ്രോസസ് ആണ്, നോർമലി ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഡയഫ്രം റിലാക്സ് ആവും. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. ഇൻസ്പിറേഷന്റെ സമയത്ത് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോൾ എക്സ്പിറേഷന്റെ സമയത്ത് ഡയഫ്രം റിലാക്സ് ആവും. അങ്ങോട്ട് ഇങ്ങോട്ട് മാറി തെറ്റരുത് കേട്ടോ. അപ്പൊ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ മൂന്നാമത്തെ ചോദ്യമാണ് ലെയേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ലെയേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് എപ്പികാർഡിയം. എപ്പികാർഡിയം എന്ന് പറയുന്നത് ഔട്ടർ ലെയർ ആണ്. എന്ത്? എപ്പികാർഡിയം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ കോൾഡ് ദ വിസറൽ ലെയർ ഓഫ് ദ വിസറൽ ലെയർ. ദെൻ സെക്കൻഡ് വൺ ഇസ്, ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. എന്ത്? എപ്പികാർഡിയം പുറത്തത്തെ ലെയർ ആയതുകൊണ്ട് അത് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഇനി രണ്ടാമത്തെയാണ് മയോകാർഡിയം. മയോകാർഡിയം എന്ന് പറയുമ്പോൾ മിഡിൽ ലെയർ ആണ് കേട്ടോ വരുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് തിക്കസ്റ്റ് ആണ്. ആൻഡ് ലെയർ മേഡപ്പ് ഓഫ് കാർഡിയാക് മസിൽ റെസ്പോൺസിബിൾ ഫോർ ദ പമ്പിങ് ആക്ഷൻ. ഇനി തേർഡ് വന്നത് എൻഡോകാർഡിയം അല്ലെങ്കിൽ ഇന്നർ ലെയർ, അതായത് ഉള്ളീത്തെ ലെയർ ആണ് ഇന്നർ ലെയർ എന്ന് പറയുന്നത്. ഇന്നർ ലെയർ എന്ന് പറയുന്നത് സ്മൂത്ത് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇൻസൈഡ് ദി ചേംബർ. അപ്പോൾ ലെയേഴ്സ് ഓഫ് ഹാർട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വന്നത് CSF. CSF നമ്മൾ ഓൾറെഡി 1 മാർക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 1 മാർക്കിലും വരുന്നുണ്ട്, 2 മാർക്സിലും ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ CSF എന്താ? പിന്നെ ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വേണേൽ ചോദിക്കാം. എന്താണ് CSF എന്ന് വെച്ച് കഴിഞ്ഞാൽ
സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആണ്, അതേപോലെ തന്നെ കളർലെസ് ഫ്ലൂയിഡ് ആണ്, ദാറ്റ് സറൗണ്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് CSF? ബ്രെയിനിലും സ്പൈനൽ കോഡിലാണ് കാണുന്നത്. അതും ഒരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്താ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആൻഡ് ഇറ്റ്സ് ആക്ട് ആസ് എ ക്യൂഷൻ ഓർ ഷോക്ക് അബ്സോർബർ ഫോർ ദ ബ്രെയിൻ. എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ആക്ട് ആസ് എ ക്യൂഷൻ ആൻഡ് ഷോക്ക് അബ്സോർബർ. ഇപ്പൊ നമ്മൾ ഈ 2 മാർക്സിനൊക്കെ പഠിച്ചു പോകുമ്പോ ഇതിൽ കുറെ 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യുക. അപ്പൊ അല്ലാണ്ട് 1 മാർക്സിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. 2 മാർക്സിലും ഇഷ്ടംപോലെ 1 മാർക്സ് വരുന്നുണ്ട്. അപ്പൊ 2 മാർക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 1 മാർക്സിനുള്ളതും അവിടെ കിട്ടും. ഇനി അഞ്ചാമത്തെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി 1 മാർക്കിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്മോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ബേസിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ആൻഡ് ഇതിന് 2 ലോബ്സ് ആണ് വരുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി വിത്ത് സെക്രീറ്റ് ഹോർമോൺസ് ലൈക്ക്, ഒരുപാട്, അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. 2 പാർട്ട് ഉണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്, 2 പാർട്ട് ഉണ്ട്. ആന്റീരിയറും വരുന്നുണ്ട്, പോസ്റ്റീരിയറും വരുന്നുണ്ട്. ആന്റീരിയർ എന്തൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്? GH, TSH, ACTH, FSH, LH. ഇതിന്റെ ഒക്കെ എക്സ്പാൻഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യാം. പോരാണ്ട് തന്നെ നമ്മൾ ഓൾറെഡി 1 വേർഡ്സിലും ഇതിന്റെ എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ആൻഡ് പ്രോലാക്റ്റിൻ. ഇനി പോസ്റ്റീരിയർ ഭാഗത്ത് ഏതാ വരുന്നത്? ADH ആൻഡ് ഓക്സിറ്റോക്സിൻ. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വേർഷൻ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. ആൻഡ് ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുക? ഇറ്റ് റെഗുലേറ്റ് ഗ്രോത്ത്, മെറ്റാബോളിസം ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് വാട്ടർ ബാലൻസ്. ആൻഡ് ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. എന്താണ്? മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. നമ്മൾ പറഞ്ഞു എല്ലാ ഗ്ലാൻഡ്സിനെയും നോക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ആര്? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് പെയർസ് പാച്ചസ്. എന്താണ് പെയർസ് പാച്ചസ് എന്ന് പറയുന്നത്? ഒരു ചെറിയ ലിംഫോയിഡ് ടിഷ്യൂസ് ആണ്, ഒരു ക്ലസ്റ്റർ പോലെയാണ്. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഇറ്റ്സ് ഫൗണ്ട് ഇൻ ദ ഇലിയം ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കാണപ്പെടുന്നത്. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യണത്? ദിസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് ഹെൽപ്പ് ചെയ്യണത് ബൈ മോണിറ്ററിങ് ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ ആൻഡ് പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് അഗെയിൻസ്റ്റ് പതോജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺസ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പതോജൻസ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെയായിട്ടുള്ള ഇമ്മ്യൂണ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? പെയർസ് പാച്ചസ് എന്ന് പറയുന്നത്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, വരാം, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി മെനാർക്കെ എന്താണ് മക്കളെ? മെനാർക്കെ എന്ന് പറയുന്നത് ഫസ്റ്റ് മെൻസ്ട്രൽ ബ്ലീഡിങ് ഇൻ എ ഗേൾ. നമുക്ക് എല്ലാവർക്കും അറിയാം മെൻസ്ട്രേഷൻ. അതാണ് മെനാർക്കെ എന്ന് പറയുന്നത്. മാർക്കിംഗ് ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ആൻഡ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു 10 to 14 ഇയേഴ്സ് സമയത്താണ് ഗേൾസിൽ വരുന്നത് മെനാർക്കെ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇൻഡിക്കേറ്റ് ദ ഓവറീസ് ആൻഡ് ഹോർമോൺ സൈക്കിൾ ഹാവ് ബിക്കം ആക്റ്റീവ്. ഓക്കെ. ഇനി 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏട്രിയൽ പൾസ്. Atrial pulse is a rhythmic expansion of arteries due to the pumping of blood by heart. Is 9th ക്വസ്റ്റ്യൻ നോക്കി സലൈവറി ഗ്ലാൻഡ്. ഓൾറെഡി നമ്മൾ സലൈവറി ഗ്ലാൻഡ് 1 മാർക്കിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതാണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്? പാരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. ഇതിലെന്താണ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ദാറ്റ് സെക്രേറ്റ് സലൈവ ഇൻ ടു ദ മൗത്ത്. സലൈവറി ഗ്ലാൻഡ് എന്ത് സെക്രേറ്റ് ചെയ്യുന്നു? സലൈവ സെക്രേറ്റ് ചെയ്യുന്നു. എവിടെ? മൗത്തിൽ. ആൻഡ് ദർ ആർ 3 pairs ഓഫ് മേജർ സലൈവറി ഗ്ലാൻഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്തൊക്കെ? പാരോട്ടിഡ്, സബ് മാൻഡിബുലാർ ആൻഡ് സബ് ലീഗ്വൽ. അപ്പോൾ മാക്സിമം ഇത്ര ഏതാ. പിന്നെ സലൈവ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്വാലോയിങ്, ലൂബ്രിക്കേഷൻ, അതേപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഓറൽ ഹൈജീൻ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സലൈവ കേട്ടോ, സലൈവറി ഗ്ലാൻഡ്സ്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, പഠിക്കാം കേട്ടോ. ഇനി 10th ക്വസ്റ്റ്യൻ വേണ്ടത് സെറിബെല്ലം എന്താണ് സംഭവം? സെറിബെല്ലം ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിനിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് എന്ത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രെയിനിന് കുറേ പാർട്ടുകളുണ്ട്. പാർട്ടുകൾ പല പല ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത് സെറിബെല്ലം. എവിടെയാണ് ലൊക്കേഷൻ? ലൊക്കേറ്റ് ബിലോ ദ സെറിബ്രം അറ്റ് ദ ബാക്ക് ഓഫ് ദ സ്കള്. ഇറ്റ് ഈസ് എന്തിനാണ് റെസ്പോൺസ് ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് ബാലൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ നെയിം ദ ഫോളോയിങ്ങോ എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം.
ഏതാണ് ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് മെയിൻറ്റെയിൻസ് ബാലൻസ് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? സെറിബെല്ലാന്ന് എഴുതണം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഏത്? കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. കാർഡിയാക് സൈക്കിൾസ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് വൺ ഹാർട്ട് ബീറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ ആൻഡ് കംപ്ലീറ്റ് ഡയസ്റ്റോൾ. നമ്മൾ ഓൾറെഡി 1 മാർക്കിന് കാർഡിയാക് സൈക്കിളിന്റെ ആ ഒരു ടൈമിംഗ് ചോദിച്ചായിരുന്നു. ഏതാണ്? 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡ് വിച്ച് ടുഗദർ പമ്പ് ബ്ലഡ് ത്രൂ ദി ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര ടൈം എടുക്കുന്നുണ്ട്, അതിന്റെ കുറച്ച് ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യനിൽ എന്തായാലും പഠിക്കാം. ഇതിപ്പോ എന്താണ് ജസ്റ്റ് കാർഡിയാക് സൈക്കിൾ എന്നൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. Then 12th one is mastication. Mastication എന്താ? Mastication is a process of chewing food in the mouth using teeth, tongue and jaw muscle. It breaks food into smaller pieces, mixes it with saliva and form a bolus, making swallowing and digestion easier. ചവച്ചരിച്ച് തിന്നാന്ന് പറയില്ല തന്നെ. അതാണ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ മസിൽസ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്താണ്. അത് വേറെയാണ്. മസിൽസ് ഓഫ് റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതൊക്കെയാണ്? ദ മെയിൻ മസിൽസ് ഓഫ് റെസ്പിറേഷൻ ആർ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഡയഫ്രം, ഇന്റർകോസ്റ്റൽ മസിലും 1 മാർക്കിനും ചോദിക്കാം. ഏതൊക്കെ മസിലാണ് റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ദ മെയിൻ മസിൽസ് എന്ന് പറയുന്നത് ഡയഫ്രം ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. During respiration, the diaphragm contracts and the external intercostal muscle lift the ribs to expand the chest cavity. During expiration, diaphragm relax and the internal intercostal muscle help to push air out, especially during forced breathing. അപ്പൊ ഇത് ബ്രീത്ത് എടുക്കുമ്പോൾ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോൾ, എയർ പുറത്തേക്ക് വിടുമ്പോൾ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ഏതൊക്കെ മസിൽസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. മെയിൻ ആയിട്ട് 2 മസിൽസിന്റെ പേരെങ്കിലും പഠിച്ചു നോക്കാൻ മറക്കരുത്. ഡയഫ്രോം, ഇന്റർകോസ്റ്റൽ മസിൽസും. ഇനി 20th ക്വസ്റ്റ്യൻ എന്താണ്? മെനിഞ്ചസ്. മെനിഞ്ചസ് എന്താണ് മക്കളെ? മെനിഞ്ചസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ് ബ്രെയിനിനെയും ആൻഡ് ദാറ്റ് കവർ ദ ബ്രെയിൻ. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ഒരു ഇതാണ് മെംബ്രെയിൻ ആണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് ഡ്യൂറാ മാറ്റർ ഔട്ടർ ലെയർ, ആർക്കിനോയിഡ് മാറ്റർ മിഡിൽ ലെയർ ആൻഡ് പിയ മാറ്റർ ഇന്നർ ലെയർ. ദീസ് ലെയർ പ്രൊട്ടക്ട് ദ CNS, provide nourishment and contain cerebrospinal fluid. അപ്പൊ എന്താണ് മെനിഞ്ചസ്? മെനിഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഔട്ടർ മോസ്റ്റ്, അതായത് സ്പൈനൽ കോഡും ബ്രെയിനിനെയും കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഔട്ടർ, ഇന്നർ, മിഡിൽ ലെയർ ഉണ്ട്. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ദിസ് ലെയർ പ്രൊട്ടക്ട് CNS ആൻഡ് പ്രൊവൈഡ് നറിഷ്മെന്റ് ആൻഡ് കണ്ടെയ്ൻ cerebrospinal fluid. ഇനി 21ാമത്തെ നെഫ്രോൺ. നെഫ്രോൺ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, അപ്പോ നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. 1 മാർക്കിന് ചോദിച്ചൂടെ? അല്ലെങ്കിൽ നെയിം ദ ഫോളോയിങ് ചോദിച്ചൂടെ? അല്ലെങ്കിൽ ഡാഷിൽ ചോദിച്ചൂടെ? ഡാഷ് ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? നെഫ്രോൺ ആണ്. നെഫ്രോൺ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി, റെസ്പോൺസിബിൾ ഫോർ യൂറിൻ ഫോർമേഷൻ. അപ്പൊ യൂറിൻ ഫോർമേഷന് റെസ്പോൺസിബിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നെഫ്രോൺ. അങ്ങനെ നിങ്ങൾക്ക് 1 മാർക്സിന് ഇത് ചോദിക്കാം കേട്ടോ. ആൻഡ് ഈച്ച് നെഫ്രോൺ കൺസിസ്റ്റിംഗ് ഓഫ് റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ ബോൺമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമെറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ ഉണ്ട്. ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഫിൽറ്റർ ബ്ലഡ്, റീഅബ്സോർബ് നീഡഡ് സബ്സ്റ്റൻസ് ആൻഡ് എക്സ്ക്രീറ്റ് വേസ്റ്റ് ടു ഫോം യൂറിൻ. ഇത് ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും, എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റീഅബ്സോർബ് ചെയ്യും. എന്നിട്ട് എക്സസ് വേസ്റ്റ് ഒക്കെ യൂറിന്റെ ഫോമിൽ പുറത്തേക്ക് വിടും. അതാണ് നെഫ്രോണിന്റെ പരിപാടി എന്ന് പറയുന്നത്. നെഫ്രോൺ എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ടാട്ടോ. നമുക്ക് അതായത് ഒരുപാടുണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അതായത് ഒരുപാടുണ്ട്. നമ്മുടെ ഓരോ കിഡ്നിയിലും ഒരുപാട് നെഫ്രോൺസുകൾ ഉണ്ട് കേട്ടോ. കുറച്ചൊന്നല്ല, കുറെ അധികം നെഫ്രോൺസുകൾ ഉണ്ട്. അപ്പോൾ നെഫ്രോൺ ഇമ്പോർട്ടന്റ് ആണ്, അതെന്തായാലും പഠിക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഓരോ കിഡ്നിയിലും അത്യാവശ്യം മില്യൺസ് നെഫ്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കത് എന്തായാലും നമുക്ക് യൂറിനറി സിസ്റ്റത്തിൽ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. ഇനി എന്താണ് സ്ട്രോക്ക് വോളിയം?
സ്ട്രോക്ക് വോളിയം ഹാർട്ടിലും എന്താണ്? സ്ട്രോക്ക് വോളിയം ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ. നമുക്ക് ഈച്ച് വെൻട്രിക്കിൾ സമയത്ത് ബ്ലഡ്, അതായത് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് ഇജക്ട് ചെയ്ത് പോകുന്ന ആ ഒരു ഇതാണ് സ്ട്രോക്ക് വോളിയം ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ബൈ വെൻട്രിക്കിൾസ്. ഇജക്ട് ചെയ്യുന്ന വെൻട്രിക്കിൾസ് പുറന്തള്ളപ്പെടുന്ന പുറത്താക്കുന്ന ബ്ലഡിന്റെ ഒരു വോളിയാണ് എന്ത്? സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഡ്യൂറിങ് വൺ കോൺട്രാക്ഷൻ അബൌട്ട് 70 ml ഒരു ഹെൽത്തി അഡൾട്ടിന്റെ ബോഡിയിലാണെങ്കിൽ 70 ml ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അനാറ്റമിക്കൽ പൊസിഷൻ. റയർ ആയിട്ട് കണ്ടുവരുന്ന ചോദ്യമാണ്, എന്നാലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അനാറ്റമിക്കൽ പൊസിഷൻ ഈസ് എ സ്റ്റാൻഡേർഡ് പോസ്ചർ വേർ a person stand upright facing forward with arms at the side and palms facing forward. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 23-24ഓളം നമ്മള് 2 മാർക്കിലുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇനിയും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ തന്നെ ചോദ്യങ്ങളായിട്ടല്ല, നമുക്കറിയാലോ ഓരോ ചാപ്റ്റർ വൈസ് ആണ്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, പഠിക്കുക കേട്ടോ.